ഒരു പരീക്ഷകർ ചോദ്യം ചോദിക്കാം, കേരളത്തിന്റെ തലസ്ഥാനം എഴുതുക. കേരളത്തിന്റെ തലസ്ഥാനം എഴുതുക. ഉത്തരം എ തിരുവനന്തപുരം, ബി മദ്രാസ്, സി ബാംഗ്ലൂർ, ഡി ഹൈദരാബാദ്. 4 ഉത്തരമുണ്ട്, അതിലൊന്നാണ് ശരി. ഈ 4 ഉത്തരങ്ങളും ഉണ്ടാകുമ്പോഴാണ് നിങ്ങളുടെ പരീക്ഷയാവുക. നിങ്ങളെ ചോദ്യ പേപ്പറിൽ കേരളത്തിന്റെ തലസ്ഥാനം എഴുതുക, ഒരൊറ്റ ഉത്തരം തിരുവനന്തപുരം. അതിന് പരീക്ഷ എന്ന് പറയില്ലല്ലോ. പരീക്ഷയാവണമെങ്കിൽ ശരി ഏതാണ് തെറ്റേതാണ് എന്ന് തെരഞ്ഞെടുക്കുവാനുള്ള ബുദ്ധി നമുക്ക് തന്ന് ആ ശരിയും തെറ്റും നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച് ആ ശരിയെ സ്വീകരിക്കുകയും തെറ്റിനെ തിരസ്കരിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തി പരീക്ഷയിൽ ജയിക്കുന്നത്. വെള്ളം കുടിക്കാം, കള്ള് കുടിക്കരുത്. കള്ളില്ലാത്ത ഈ ലോകത്ത് കള്ള് കുടിക്കരുത് എന്ന് പറയുന്നത് അർത്ഥമില്ല. ഇവിടെ കള്ളുണ്ട്, വെള്ളമുണ്ട്. നിങ്ങൾക്ക് വെള്ളം കുടിക്കാം, നിങ്ങൾ കള്ള് കുടിക്കരുത്. കള്ളും വെള്ളവും ഒരുപോലെ ലഭ്യമാകുമ്പോഴാണ് വെള്ളം കുടിക്കാം, കള്ള് കുടിക്കരുത് എന്ന സൃഷ്ടാവിന്റെ വിധി ഉണ്ടാകുന്നത്. അവിടെ ഒരു പരീക്ഷയാണ്. അവൻ വെള്ളമാണോ കുടിക്കുന്നത്, അല്ല കള്ളാണോ കുടിക്കുന്നത്? ഇന്നത് കാണാം, ഇന്നത് കാണരുത്. ഇന്നത് കേൾക്കാം, ഇന്നത് കേൾക്കരുത്. ഇന്നത് പറയാം, ഇന്നത് പറയരുത്. ഇന്നയിടത്ത് പോകാം, ഇന്നയിടത്ത് പോകരുത്. ഇന്നത് വാങ്ങാം, ഇന്നത് വാങ്ങരുത്. ഇങ്ങനെ ജീവിക്കാം, ഇങ്ങനെ ജീവിക്കരുത്. കൃത്യമായ നിർദ്ദേശങ്ങൾ, ഒരു പൊടി പോലും കളയാത്ത വളരെ കൃത്യമായ ഒരു വ്യക്തി ഈ ഭൂമിയിൽ ജനിച്ചു വീഴുമ്പോൾ എന്തു ചെയ്യണം എന്നിടത്ത് തുടങ്ങി ഒരു വ്യക്തി മരിച്ചു പോകുമ്പോൾ നിങ്ങൾ അവന് വെള്ളം കൊടുക്കണം. അവന്റെ തൊണ്ട വരണ്ടിട്ടുണ്ടാവും. അവന്റെ കണ്ണുകൾ തുറന്നു കിടക്കുമ്പോൾ നിങ്ങൾ ആ കണ്ണുകൾ അടച്ചു കൊടുക്കണം എന്ന് പറയുന്നിടത്ത് വരെ ജീവിതത്തിന്റെ ഒരു മേഖലയെയും വിട്ടുകളയാതെ കൃത്യമായ പാഠങ്ങളാണ് വിശുദ്ധ ഖുർആൻ അവന്റെ പ്രവാചകനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത് പടച്ച റബ്ബ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിൽ പരീക്ഷണങ്ങളുണ്ട്, നമ്മുടെ മുമ്പിൽ ശരി ഉത്തരങ്ങളുണ്ട്, നമ്മുടെ മുമ്പിൽ തെറ്റായ ഉത്തരങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ മനസ്സ് പറയും, എന്നാ എളുപ്പമാണല്ലോ, എനിക്ക് ശരി ഉത്തരത്തിലേക്ക് പോയാൽ പോരെ, ഞാൻ എന്തിനാണ് തെറ്റായ ഉത്തരത്തിലേക്ക് പോകുന്നത്? അവിടെയാണ് ഞാൻ നിങ്ങൾക്ക് ഒരു ആയത്ത് നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ചു. ആ ആയത്ത് സൂറത്തു ഫാത്തിറിലെ 5-ാമത്തെ ആയത്ത. നിങ്ങൾ വീട്ടിൽ പോയിട്ട് പലവട്ടം ഈ സൂറത്തൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഈ ആയത്തൊന്ന് വായിക്കണം. സൂറത്തുൽ ഫാത്തിർ, അൽ ഫാത്തിർ എന്ന അധ്യായത്തിലെ 5-ാമത്തെ വചനം. യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. യാ അയ്യുഹന്നാസ് അല്ലെങ്കിൽ യാ അയ്യുഹല്ലദീന ആമനു എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ കാത് കൂർപ്പിച്ചിരിക്കണം. കാരണം നിങ്ങളുടെ സൃഷ്ടാവ് നിങ്ങളോട് എന്തോ പറയാൻ പോവാണ്. നമ്മുടെ റബ്ബ് വേറെ ആരെങ്കിലും അല്ല, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ പടച്ച റബ്ബ് നമ്മളോട് എന്തോ പറയാൻ പോവുകയാണ്. അതുകൊണ്ട് യാ അയ്യുഹന്നാസ് എന്നെവിടെന്നെങ്കിലും കേൾക്കുമ്പോൾ നിങ്ങൾ ചെവി കോർപ്പിച്ചിരിക്കണം. എന്താണ് എൻ്റെ റബ്ബ് എന്നോട് പറയുന്നത്? കേട്ടോളി. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ. അല്ലാഹുവിന്റെ വാഗ്ദത്തം സത്യമാണ് കേട്ടോ. അല്ലാഹുവിന്റെ വാഗ്ദത്തത്തിൽ സംശയിക്കണ്ട, അത് സത്യമാണ്. എന്താണ് ആ വാഗ്ദത്തം? എന്റെ പരീക്ഷയിൽ ജയിച്ചവർക്ക് അനശ്വരമായ സ്വർഗമുണ്ട്. ആ പരീക്ഷയിൽ തോറ്റവർക്ക് തീരാത്ത ദുരന്തത്തിന്റെ നരകമുണ്ട്. ഇത് അല്ലാഹുവിന്റെ വാഗ്ദത്തമാണ്. ആ വാഗ്ദത്തം ഉണ്ടാകുമോ? ഉണ്ടായേക്കും. ചിലപ്പുണ്ടാവും, ചിലപ്പുണ്ടാവൂല. സംശയിക്കണ്ട. അല്ലാഹുവിന്റെ വാഗ്ദത്തം 100% സത്യമാണ്. ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ. അല്ലാഹുവിന്റെ വാഗ്ദത്തം സത്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മനുഷ്യരെ, ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ. കേൾക്കണം, എൻ്റെ മക്കൾ കേൾക്കണം. നമ്മൾ തോറ്റുപോകുന്നത്, നമ്മൾ പരാജയപ്പെടുന്നത്, നമ്മൾ നിസ്സഹായരാവുന്നത് ഈ ഒരു യാഥാർത്ഥ്യത്തിന്റെ മുമ്പിലാണ്. ഫലാ തഗുറന്നകും, നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ, നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ അൽ ഹയാത്തുദ് ദുനിയ, ഈ ഭൗതികമായ ജീവിതം. ഇതുതന്നെയാണ് ജീവിതം. ഇവിടെ തന്നെയാണ് സുഖിക്കേണ്ടത്. ഇവിടെ കാണുന്നതാണ് സുഖം, ഇതാണ് സന്തോഷം. ഇവിടെയാണ് എനിക്ക് ജീവിക്കേണ്ടത്, ഇതാണ് എനിക്ക് നേടേണ്ടത്, ഇവിടെയാണ് എനിക്ക് ലാഭം ഉണ്ടാവേണ്ടത്, ഇവിടെയാണ് എനിക്ക് വരുമാനം ഉണ്ടാവേണ്ടത് എന്ന് ഈ ദുന്യാവ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും. ആ ദുന്യാവിന്റെ മുമ്പിൽ നിങ്ങൾ തോറ്റുപോകരുത്. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ. ഈ ഭൗതിക ജീവിതം, അതിലെ വിഭവങ്ങൾ, അതിലെ സുഖാഡംബരങ്ങൾ, അതിലെ ഐശ്വര്യങ്ങൾ, അതിലെ കൂട്ടുകെട്ടുകൾ, അതിലെ ആസ്വാദനങ്ങൾ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. എൻ്റെ മക്കൾ കേൾക്കണം, എൻ്റെ പൊന്നാര മക്കൾ കേൾക്കണം. വലാ യഗുറന്നകും, നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ
ബില്ലാഹി, അല്ലാഹുവിൽ നിന്ന്, അൽ ഗറൂർ, ആ മഹാവഞ്ചകൻ മനുഷ്യനെ പിഴപ്പിച്ച് സ്വർഗത്തിന്റെ പാതയിൽ നിന്ന് നരകത്തിന്റെ വഴിയിലേക്ക് ഞാൻ അവനെ കൊണ്ടുപോകും. അതിന് എല്ലാ ചതിയുടെയും വഴികൾ ഞാൻ അവന്റെ മുമ്പിൽ തുറന്നു വെക്കുമെന്ന് പടച്ച റബ്ബിന്റെ മുമ്പിൽ പ്രതിജ്ഞ ചെയ്ത് നമ്മളെ നശിപ്പിക്കാനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ആ മഹാവഞ്ചകനുണ്ടല്ലോ പിശാച്, അവനും നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുക, ഈ ലോകത്ത് നമ്മളെ പരീക്ഷിക്കാൻ അല്ലാഹു തആല നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ ആദർശത്തെ, നമ്മുടെ മനക്കരുത്തിനെ, നമ്മുടെ ഇച്ഛാശക്തിയെ പരിശോധിക്കാൻ 2 പരീക്ഷണ വസ്തുക്കൾ ഈ ലോകത്ത് അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. ഒന്ന് ഈ ദുന്യാവും അതിന്റെ പളപളപ്പുമാണ്. 2 മനുഷ്യനെ പിഴപ്പിക്കുവാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയ പിശാചാണ്. ദുന്യാവ് നമുക്കിത് ഈ ചതിയുടെ കുഴികളെ നമുക്ക് തിരിച്ചറിയാം. നമ്മളെ പ്രലോഭിപ്പിച്ചു കൊണ്ടുവന്ന് അവസാനം ഒന്നുമില്ലാത്തയിടത്ത് നമ്മളെ വിട്ടുകളയുന്നതാണ് ദുന്യാവിന്റെ സകല ഐശ്വര്യവും. ഈ അടുത്ത കാലത്ത് തുർക്കിയിലും സിറിയയിലും ഭൂകമ്പം ഉണ്ടായപ്പോ തുർക്കിയിലെ ഒരു താമസ മേഖലയിൽ നിന്ന് അതിന്റെ ഉള്ളിൽ ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടോ എന്നറിയാൻ ജീവൻ രക്ഷയ്ക്ക് വേണ്ടി ശ്രമിക്കുന്ന സൈന്യം കെട്ടിടങ്ങളൊക്കെ പൊളിച്ചു മാറ്റിയപ്പോ അതിന്റെ ഉള്ളിൽ നിന്ന് വലിയ ഒരു സമ്പത്തിന്റെ കൂമ്പാരം കിട്ടി. സമ്പത്തിന്റെ കൂമ്പാരം ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ബില്യൺ കണക്കിന് ഡോളറുകളാണ് അതവിടെ വെച്ചിട്ടുണ്ട്. ഇന്ന് വരെ അതിന് അവകാശികൾ വന്നിട്ടില്ല. കാരണം എന്താണെന്നറിയോ? അതിന്റെ അവകാശികൾ ആരും ജീവിച്ചിരിപ്പില്ല. ബില്യൺ കണക്കിന് ഡോളർ ഉണ്ടാക്കാൻ ആ ഡോളർ തന്നെയാണ് എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് വിചാരിച്ച് അതിനുവേണ്ടി പണിയെടുത്ത ഒരു കുടുംബം സെക്കൻഡ് കൊണ്ട്, കേവലം 45 സെക്കൻഡ് കൊണ്ട് അവർ മണ്ണിന്റെ ഭാഗമായപ്പോ ഒരു ജീവിതകാലം മുഴുവനും അവർ സമ്പാദിച്ച ബില്യൺ കണക്കിന് ഡോളർ ആളില്ലാതെ, അവകാശികളില്ലാതെ ഈ ലോകത്ത് കിടക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തൊക്കെ സ്വപ്നങ്ങൾ ഈ ലോകത്ത് നമുക്കുണ്ടെങ്കിലും ഈ ലോകം നമ്മുടെ സ്വപ്നങ്ങൾ പൂർത്തിയാക്കാൻ തക്ക കരുത്തുള്ളതല്ല. അതിനുള്ള ഒരു കോപ്പും ഈ ലോകത്തില്ല. നമ്മൾ സ്വപ്നങ്ങൾ കാണേണ്ടത് നാളെ പരലോകത്തെ അനശ്വരമായ, ഒരിക്കലും അവസാനിക്കാത്ത സകല സുഖങ്ങളുടെയും സംഗമവേദിയായ ആ ജന്നാത്തുൽ ഫിർദൗസിനെ സ്വപ്നം കാണാനും മനുഷ്യന്റെ മുഴുവൻ സ്വപ്നങ്ങളെയും കരിച്ചു കളയുന്ന നരകത്തിൽ നിന്നുള്ള മോചനം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമാക്കാനും പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ പഠിക്കുന്ന ക്യാമ്പസുകളെ കുറിച്ച് ഞങ്ങൾക്ക് വല്ലാത്ത പേടിയുണ്ട്. പേടിക്ക് കാരണം ഞാൻ ഈ പറഞ്ഞ പരീക്ഷണത്തിന്റെ എല്ലാ ചതിക്കുഴികളും മനുഷ്യന്, അഥവാ നിങ്ങളുടെ പ്രായത്തിൽ നിങ്ങളുടെ മനസ്സ് കൊതിക്കുന്ന എന്തൊക്കെയുണ്ടോ ആ കൊതിക്കുന്ന വസ്തുക്കളെ ഇങ്ങനെ വെതറിയിട്ടിട്ട്, അത് പ്രണയമാവാം, അത് ലഹരിയാവാം, അത് ആഘോഷമാവാം, അത് മനസ്സിന്റെ സന്തോഷമാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യങ്ങളാവാം. നിങ്ങളുടെ പ്രായത്തിൽ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം ആ ഇഷ്ടത്തിനെ വിഭവങ്ങളാക്കി ആ വിഭവങ്ങൾ ഇങ്ങനെ വെതറിയിട്ട് ആ വെതറിയ വഴികളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ അനുവദിക്കാതെ, ജീവിതത്തിന്റെ യാഥാർത്ഥ്യം എന്താണ് അതറിയാൻ അനുവദിക്കാതെ, നിരീശ്വരവാദത്തിന്റെയും ദൈവമില്ലാത്ത സങ്കല്പത്തിന്റെയും എല്ലാ അതിരുകളെയും ഭേദിക്കുന്ന സ്വതന്ത്രവാദത്തിന്റെയും വാദത്തിന്റെയും വഴികളിലൂടെ നിങ്ങളെ കൊണ്ടുവരികയാണ്. ചുറ്റുഭാഗത്തുള്ള യാഥാർത്ഥ്യങ്ങളിലേക്ക് നോക്കാൻ നിങ്ങളെ അനുവദിക്കുന്നില്ല. മതം മോശമാണ്, വേദഗ്രന്ഥം മോശമാണ്, പ്രവാചകൻ മോശമാണ്, മാതാപിതാക്കളോട് നിങ്ങൾക്ക് കടപ്പാടില്ല, നിങ്ങൾ സ്വതന്ത്രരാണ്, അതുകൊണ്ട് നിങ്ങൾ മാതാപിതാക്കളെ നോക്കണ്ട, നിങ്ങൾ സമൂഹത്തെ നോക്കണ്ട, നിങ്ങൾ പണ്ഡിതന്മാരെ നോക്കണ്ട, നിങ്ങൾ സ്വതന്ത്രരാണ് എന്ന ഒരു കാപട്യത്തിന്റെ കുപ്പായം നിങ്ങളെ ധരിപ്പിച്ച് സത്യത്തിലേക്കും യാഥാർത്ഥ്യത്തിലേക്കും തിരിഞ്ഞു നോക്കാൻ അനുവദിക്കാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചില പദാർത്ഥങ്ങൾ മാത്രം നിങ്ങളുടെ വഴികളിൽ വെതറി ആ വഴികളിലൂടെ നിങ്ങളെ ചതിക്കുഴിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ചതിയന്മാർ ജീവിക്കുന്ന ക്യാമ്പസുകളിൽ എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾക്കൊരു ബോധമുണ്ടാവണം. എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്? ആർക്കു വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്? എന്റെ സമയം ഇവിടെ അവസാനിച്ചതായിട്ട് അറിയുന്ന ഒരു 20 സെക്കൻഡ് കൂടി ഞാൻ പറയാൻ വിചാരിച്ച കാര്യത്തിലേക്ക് എത്തുന്നു. പക്ഷേ ഞാനത് പറഞ്ഞു തീർക്കാം. എനിക്ക് നിങ്ങളോട് 3 പ്രണയത്തെ കുറിച്ച് പറയാനുണ്ട്. പ്രണയിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ, പ്രണയത്തെ നെഞ്ചേറ്റുന്നവരാണ് നിങ്ങൾ. ഒരു 2 മിനിറ്റ് ആ 3 പ്രണയം ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. 1, നിങ്ങളുടെ സൃഷ്ടാവിനെ മനസ്സറിഞ്ഞ് പ്രണയിക്കുക. നമുക്ക് വേണ്ടതൊക്കെ നമ്മുടെ മാതാപിതാക്കൾ പോലും നമ്മളെ കാണും മുമ്പ് ഉമ്മയുടെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ വെച്ച് തന്നെ നമുക്ക് വേണ്ടതൊക്കെ കൃത്യമായി തന്ന് കൃത്യമായ അളവിലും തൂക്കത്തിലും ഈ ഭൂമിയിലേക്ക് നമ്മളെ പറഞ്ഞയച്ച നമ്മുടെ സൃഷ്ടാവുണ്ടല്ലോ, ആ സൃഷ്ടാവിനെ ജീവനക്കാളേറെ സ്നേഹിക്കുക. ആ സൃഷ്ടാവാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാം ഈ പ്രപഞ്ചത്തിൽ
ആരെയാണ് നിനക്കേറെ ഇഷ്ടമെന്ന ചോദ്യത്തിന് എന്റെ റബ്ബിനെയാണ് എനിക്കിഷ്ടം എന്ന് ഉത്തരം പറയത്തക്ക വിധം ആ റബ്ബിനെ നമ്മൾ പ്രണയിക്കുക. ആ റബ്ബിൽ നിന്ന് നമ്മളെ അകറ്റുന്ന മുഴുവനും ചതിയന്മാരാണെന്ന് തിരിച്ചറിയുക. അല്ലാഹു തആല പറയുന്നില്ലേ, യാ അയ്യുഹൽ ഇൻസാൻ, യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക വഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റകബക. മനുഷ്യ, നിന്നെ സൃഷ്ടിച്ച് നിന്നെ ഈ രൂപത്തിലാക്കി നിനക്ക് വേണ്ടതൊക്കെ വേണ്ട പോലെ തന്ന ആ റബ്ബിന്റെ കാര്യത്തിൽ ആരാണ് നിന്നെ ചതിച്ചത്, എന്താണ് നിന്നെ ചതിച്ചത് എന്ന ചോദ്യമുണ്ട് ഖുർആനിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, രക്ഷിതാവിനെ, നമ്മുടെ സൃഷ്ടാവിനെ പ്രണയിക്കുക. അവനെതിര് ചെയ്യേണ്ടി വരുമ്പോ മനസ്സിന്റെ ഉള്ളിൽ ഒരു വേദന ഉണ്ടാവട്ടെ. രണ്ടാമത്തേത്, നിങ്ങൾക്ക് വേണ്ടി ഒരു ജീവിതം മുഴുവനും ബലികഴിച്ച് നിങ്ങളുടെ വിജയം സ്വപ്നം കണ്ട് നിങ്ങൾക്ക് വേണ്ടി നെഞ്ചുരുകി പ്രാർത്ഥിക്കുന്ന രണ്ട് മനുഷ്യ ജീവികളുണ്ട് ഈ ലോകത്ത്. ഒന്ന് നിങ്ങളുടെ ഉമ്മയാണ്, ഒന്ന് നിങ്ങളുടെ ഉപ്പയാണ്. പ്രിയപ്പെട്ടവരെ, അവരെ ചതിക്കാതിരിക്കുക, അവരുടെ സ്വപ്നങ്ങളെ തല്ലിക്കെടുത്താതിരിക്കുക, അവരുടെ കണ്ണുനീരിക്ക് നിങ്ങൾ വില കൊടുക്കുക, അവരുടെ ഹൃദയത്തിന്റെ സ്പന്ദനങ്ങളെ നിങ്ങൾ തിരിച്ചറിയുക. നാളെ നിങ്ങൾ ചെയ്ത ഒരരുതായ്മയുടെ പേരിൽ ആ രക്ഷിതാക്കൾ മുഖം കുനിച്ച് മറ്റുള്ളവർക്ക് മുമ്പിൽ സങ്കടപ്പെട്ടു നിൽക്കേണ്ട ഒരു നാളെ ജീവിതത്തിൽ വരാതിരിക്കാൻ പ്രിയപ്പെട്ടവരെ, ആ മാതാപിതാക്കളെ പ്രണയിക്കുക, നന്നായി സ്നേഹിക്കുക, അവരുടെ സങ്കടങ്ങളെ സങ്കടങ്ങളായി കാണുക. അവരുടെ കണ്ണ് നമ്മൾ കാരണം ആ കണ്ണുകൾ നിറയാതിരിക്കട്ടെ, നമ്മൾ കാരണം അവരുടെ അഭിമാനത്തിന് ക്ഷതം പറ്റാതിരിക്കട്ടെ. നമ്മളെ കുറിച്ച് അവർക്കുള്ള സ്വപ്നങ്ങൾ, ആ സ്വപ്നങ്ങളെ തകർത്ത് കളയുന്ന വൃത്തികെട്ട വഴിയിലേക്ക് പ്രിയപ്പെട്ട മക്കളെ പോകരുത്. മൂന്നാമത്തേത്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ വന്നു ചേർന്ന അല്ലെങ്കിൽ വന്നു ചേരാനിരിക്കുന്ന നിങ്ങളുടെ ജീവിത പങ്കാളികളുണ്ടല്ലോ, ഭാര്യയാവാം ഭർത്താവാകാം, ആ ഭാര്യ ഭർത്താക്കന്മാരെ പ്രണയിക്കുക, അവരെ ചതിക്കരുത്. അവർക്ക് കൊടുക്കേണ്ടത് അവർക്ക് കൊടുക്കാൻ ജീവിതത്തിൽ ഭദ്രമായി പാത്തുവെക്കുക. ഈ ചതിയുടെ കാലത്ത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ട, ഏറ്റവും വിലമതിക്കാനാവാത്ത ആ അനശ്വരമായ സൗഭാഗ്യത്തെ കവർന്നെടുക്കാൻ പ്രണയത്തിന്റെ പേരിൽ, രാഷ്ട്രീയത്തിന്റെ പേരിൽ, ലഹരിയുടെ പേരിൽ നിങ്ങളെ വലവീശി പഠിക്കാൻ കാമ്പസിന്റെ മുക്കിലും മൂലയിലും പതിയിരിക്കുന്ന വൃത്തികെട്ട കഴുകന്മാരുടെ കഴുകക്കണ്ണുകളെ തിരിച്ചറിയാൻ നിങ്ങളുടെ ജീവിതത്തിന്റെ പങ്കാളിയായി നാളെ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എന്റെ പ്രിയപ്പെട്ടവന്, എന്റെ പ്രിയപ്പെട്ടവൾക്ക് എന്റെ ജീവിതത്തിന്റെ വിലപ്പെട്ടത് ഞാൻ പാത്തുവെക്കുമെന്ന ഗൗരവമുള്ള ബോധത്തോടു കൂടി അവരെ പ്രണയിക്കാൻ നമുക്ക് സാധിക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ചതിക്കുഴികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കരുത്തും കഴിവും ഈമാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ക്യാമ്പസ്